വെൽക്കം ടു ബേക്സ് ആൻഡ് വ്ലോഗ്സ് ബൈ ആശ. ഇന്ന് ലഞ്ചിന് ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചെമ്മീൻ ചട്ടിച്ചോറ്, കറി വെച്ചിട്ട് ചട്ടിയിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടി. ഞാനിവിടെ UK വന്നതിന് ശേഷം ചായക്കട എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഈ ചട്ടിച്ചോറ് ഇങ്ങനെ സെറ്റ് ചെയ്ത ചട്ടിച്ചോറ് ആദ്യമായിട്ട് കഴിക്കുന്നത്. എനിക്കൊക്കെ അറിവ് ചട്ടിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ വീട്ടില് മീൻകറി വെച്ചിട്ട്, പണ്ടല്ല ഇപ്പോഴും മീൻകറി വെച്ചിട്ട് ബാക്കി വരുന്ന കറി ഉണ്ടാവും, തലേദിവസത്തേക്ക് കറി ബാക്കി വന്നിട്ട് അതിനകത്ത് ചോറിട്ട് വഴിച്ച് കൂട്ടി കഴിക്കുന്നതാണ് നമുക്ക് ചട്ടിച്ചോറ് എന്ന് പറയുന്ന ഒരു സാധനം പറയുമ്പോൾ തന്നെ തലയിൽ അല്ലെങ്കിൽ ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ ചട്ടിയില് ചോറും കറിയും തോരൻ, അവിയൽ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചട്ടിയിലാക്കി അത് പിന്നെ മൂടി വെച്ച് ആവി കയറ്റി ചൂടോടെ കഴിക്കുന്നതാണ്. അതാണ് ഞാൻ ചായക്കടയിൽ പോയപ്പോൾ കഴിച്ചത്. അപ്പം അങ്ങനത്തെ ട്രെൻഡാണ്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതും അങ്ങനത്തെ തന്നെയാണ്. ചട്ടിയിൽ ചോറ്, ചെമ്മീൻ കറിയും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ടാക്കി ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ദാറ്റ്. കം ഓൺ. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ചെമ്മീൻ ചട്ടിച്ചോറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തക്കാളിയുടെ പകുതിയും കൂടി ചേർക്കുന്നുണ്ട് ഞാനിതിൽ. പിന്നെ 2 കഷ്ണം കുടമ്പുളി, 2 പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2 മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കാശ്മീരി മാത്രം യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു 3 ടീസ്പൂൺ അടുപ്പിച്ച് ഞാൻ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയേ പൊടികളുള്ളൂ. ഇതിൻ്റെ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. നല്ലപോലെ ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് ഇത് കൈ വെച്ച് ആ തക്കാളിയൊക്കെ നല്ല സ്ക്വീസ് ഔട്ട് ചെയ്തിട്ട് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഇവിടെ ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം അത് കംപ്ലീറ്റ്ലി നല്ല കൈ വെച്ച് തന്നെ ഫുൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് അടുപ്പിൽ തിളപ്പിക്കാൻ വയ്ക്കാം. അങ്ങനെ കറി അടുപ്പത്തായി. ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇനി കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട്. അടുത്തത് ഞാൻ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആൻഡ് ഉപ്പ്, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ചെമ്മീൻ മാരിനേഷനിൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഇങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മീനാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രൈ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ജസ്റ്റ് 3 മസാല മാത്രം. അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് മാങ്ങ, വറ്റൽമുളക്, 2 കഷ്ണം ഉള്ളി, പിന്നെ ആവശ്യത്തിന് തേങ്ങ. അപ്പം ആദ്യം ജസ്റ്റ് മാങ്ങയും വറ്റൽമുളകും 2 കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക, ചതഞ്ഞു പോകരുത്. അതിനുശേഷം ഉപ്പും തേങ്ങയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയാണ്. ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. മീൻ ടൈം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത എൻ്റെ ഐറ്റം തോരനാണ്. ക്യാരറ്റും ക്യാബേജും കൂടിയിട്ടുള്ള തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താളിച്ചിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും മിക്സ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അവിടെ എൻ്റെ കറി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെമ്മീനെല്ലാം വെന്തു. ചെമ്മീന് വേവ് അധികം ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിൽ താളിച്ചും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കറി അവിടെ റെഡി. നെക്സ്റ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ബ്രിഞ്ചോൾ ഫ്രൈയും കൂടി ആക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ദിയാകൃഷ്ണയുടെ ആണ്, എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ആൻഡ് ഒരു സീബാസും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സംഭവങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതിനെ സെറ്റ് ചെയ്യണ വീഡിയോ നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഒരു അടിപൊളി ഫുഡീനെ എനിക്ക് വീണ് കിട്ടിയത്. ആരാന്നല്ലേ, കണ്ടോക്ക്. ഹലോ, നമ്മളിവിടെ ഒരു ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. ഇപ്പം ഈ ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കിയത് ഈ ബൗളിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് ചോറ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചോറാണ്. ചോറ് ചട്ടിയിലെ ഏറ്റവും അടിയിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്കി ഇടുന്നു. കുറച്ചുകൂടാവും. ഓക്കെ,
ഇനി നമ്മുടെ മെയിൻ ഐറ്റം കുടംപുളി ഇട്ട ചെമ്മീൻ കറി പോരട്ടെ. അതിങ്ങനെ അങ്ങോട്ട് കുറച്ച് ചാറും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കറക്കി അങ്ങോട്ട് ഒഴിച്ചിട്ട് പോരാ, കുറച്ചുകൂടെ വേണം. ഇനി അടുത്ത ഐറ്റം തോരനാണ്, ക്യാബേജ് തോരൻ. അത് കുറച്ചങ്ങോട്ട് എടുത്ത് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് വയ്ക്കുന്നു. ഇനി ആണ് ഇത് നമ്മുടെ ചമ്മന്തിയാണ്. സാധാ ചമ്മന്തി അല്ല, പച്ച മാങ്ങ അരച്ച ചമ്മന്തിയാണ്, നല്ല പുളിയാണ്. പിന്നെ ഒരു സീബാസ് മീൻ പൊരിച്ചത്. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ്, ചോറിൻ്റെ കൂടെ എന്തായാലും മസ്റ്റാണല്ലോ പൊതിച്ചോറിലും ഇതിലുമൊക്കെ, ഓംലെറ്റ്. പിന്നെ ഇതാണ് രാഷ്ട്രീയ മാസ്റ്റർ പീസായിട്ട് ചെയ്തൊരു സാധനം, ബ്രിഞ്ചോൾ ഫ്രൈ. ഇത് ആരുടെയോ ഇൻസ്പിറേഷനിൽ കൂടി ചെയ്തതാണ്. ആരാണ് രാഷ്ട്രീയ? ദിയ കൃഷ്ണ. ഓക്കെ, ദിയ കൃഷ്ണ, കൃഷ്ണകുമാറിന്റെ മോൾ. ദിയ കൃഷ്ണയുടെ ഇൻസ്പിറേഷനാണ്. പിന്നെ ഇതേ വരുന്നു നമ്മുടെ മെയിൻ ഐറ്റം, ചെമ്മീൻ ഫ്രൈ. ചട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ്ട. ആ ചെമ്മീൻ കുട്ടന്മാരെ പറക്കി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് വയ്ക്കുന്നു. ഇത് എനിക്ക് തന്നെ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കാര്യമായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുമാങ്ങ അച്ചാർ, അതും ഇരിക്കട്ടെ ഒരു സൈഡിൽ കുറച്ച്, അതും വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം പപ്പടപടം. ഇതാണ്ടോ. പക്ഷെ പപ്പടം വയ്ക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി മീൻകറിയാകാം, ചെമ്മീൻ ചാറും. എന്നിട്ട് പപ്പടം വയ്ക്കാം. കുറച്ചുകൂടെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ഇതേ അതിൻ്റെ മുകളിൽ അടുത്ത കലാപരിപാടിയിലേക്ക് പോവാണ്. ഇതിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലെ ടേസ്റ്റുള്ള ഒരു ചട്ടിച്ചോറ് സുഹൃത്തുക്കളെ, ഇത് പൊളിയെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതുക്കും മേലെ. And then I had a special guest. She's my daughter's friend. She's not a Malayali, but she was so keen to try our Chattichoru special. So let's see if she liked it or not. It is very good. It's my first time and I approve. It is very nice. It's spicy for you. A little bit, but it's nice. It's tasty. Thank you. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തൊരു ചട്ടി സെറ്റ് ചെയ്തു. ഞാനും നല്ല അടിപൊളിയായിട്ട് തട്ടിവിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചട്ടിച്ചോറ് കഥ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡു ട്രൈ ഔട്ട് ദിസ് റെസിപ്പി, ഡു ട്രൈ ഔട്ട് ദിസ് ചട്ടിച്ചോറ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ് ഇഫ് യു ലൈക്ഡ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.